എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് പഞ്ചതന്ത്രത്തിലെ രണ്ടാമത്തെ തന്ത്രമായ മിത്രാധിപത്യം, അതിലെ ഒരു കഥയാണ്. ലഘുപതനകനും ഹിരണ്യകനും. ഉദ്ദേശസിദ്ധിക്ക് വഴിയൊന്നും കാണാനില്ലെങ്കിൽ തന്നെ പ്രതിഭയും ജ്ഞാനവും ഉള്ള വിവേകികൾ കാക്ക, എലി, മാൻ, ആമ എന്നിവരെ പോലെ വേഗത്തിൽ വല്ലവിധേനയും കാര്യം നിറവേറ്റുന്നു. ദക്ഷിണപഥത്തിൽ മഹിളാരോപ്യം എന്നൊരു പട്ടണമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഏറെ അകലത്തല്ലാതെ വലിയൊരാൽമരം നിന്നിരുന്നു. തഴച്ചു വളർന്ന അതിൻ്റെ കൊമ്പുകളിൽ പലതരം പക്ഷികളിരുന്ന് പഴങ്ങൾ ഭക്ഷിച്ചു. അതിൻ്റെ പൊത്തുകളിൽ വളരെ ചെറു പുഴുക്കൾ വസിച്ചു. അതിൻ്റെ തണലത്ത് ധാരാളം വഴിയാത്രക്കാർ വിശ്രമിച്ചു. ആപ്തവാക്യം തന്നെ ഇങ്ങനെയാണല്ലോ: തണലത്ത് മൃഗങ്ങൾ ഉറങ്ങുന്നതും ഇലക്കൂട്ടങ്ങളുടെ ഇടയിൽ പക്ഷികൾ വസിക്കുന്നതും പൊത്തുകളിൽ പുഴുക്കളുള്ളതും കൊമ്പത്ത് കുരങ്ങന്മാർ ഇരിക്കുന്നതും പൂക്കളിൽ നിന്ന് വണ്ടുകൾ തേൻ കുടിക്കുന്നതുമായ വൃക്ഷമാണ് ധന്യം. മറ്റു വൃക്ഷങ്ങൾ ഭൂമിക്ക് ഭാരം മാത്രമാണ്. ആ ആലിന്മേൽ ലഘുപതനകൻ എന്നൊരു കാക്ക വസിച്ചിരുന്നു. ഒരു ദിവസം അവൻ ഇര തേടി പോകുമ്പോൾ കറുകറുത്തവനും പരന്ന കാലടികളുള്ളവനും മുടി മേൽപോട്ട് കെട്ടിവെച്ചവനും യമകിങ്കരനെ പോലെ ഭയങ്കരനുമായ ഒരാൾ കയ്യിലൊരു കെണിയും പിടിച്ച് നേരിട്ട് വരുന്നത് കണ്ടു. അയാളെ കണ്ട് കാക്ക ഭയത്തോടെ ആലോചിച്ചു: ഈ ദുഷ്ടൻ എൻ്റെ ആശ്രയസ്ഥാനമായ ആലിൻ്റെ നേർക്കാണ് വരുന്നതെന്ന് തോന്നുന്നു. അവിടെ താമസിക്കുന്ന പക്ഷികൾക്ക് നാശം സംഭവിക്കുമോ ആവോ. ഇതാലോചിച്ച് കാക്ക ഉടൻ ആലിന്മേലേക്ക് തന്നെ മടങ്ങി പക്ഷികളെയെല്ലാം വിളിച്ചുകൂട്ടി സംസാരിച്ചു: കൂട്ടരെ, ദുഷ്ടനായ ഒരു വേടൻ വലയും അരിയും കയ്യിൽ പിടിച്ചു വരുന്നുണ്ട്. അവനെ വിശ്വസിച്ചു പോകരുത്. അവൻ അരി വിതറി മീതെ വല വിരിക്കും. ആ അരിമണികളെ നിങ്ങൾ കാളകൂട വിഷം പോലെ വേണം കരുതാൻ. കാക്ക ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേടൻ ആൽച്ചുവട്ടിൽ വന്നെത്തി. മുല്ലപ്പൂവ് പോലെയുള്ള അരിമണികൾ വിതറി മീതെ വല വിരിച്ച് ഏറെ ദൂരത്തല്ലാതെ ഒരിടത്ത് ചെന്ന് ശബ്ദമുണ്ടാക്കാതെയിരുന്നു. ലഘുപതനകന്റെ വാക്കുകളോർത്ത് ആ അരിമണികൾ കൊത്തിത്തിന്നാൻ പോകാതെ പക്ഷികളും നിശബ്ദമിരുന്നു. ആ സമയത്ത് പ്രാവുകളുടെ രാജാവായ ചിത്രഗ്രീവൻ എന്ന പ്രാവും 1000 പരിവാരങ്ങളും ഇര തേടി ചുറ്റിത്തിരിഞ്ഞ് അവിടെ എത്തി. അവർ അരിമണികൾ ദൂരത്ത് നിന്ന് തന്നെ കണ്ടു. ലഘുപതനകൻ ആവുന്നത്ര തടഞ്ഞു പറഞ്ഞിട്ടും അതൊന്നും കൂട്ടാക്കാതെ അവർ പെരുങ്കൊതി നിമിത്തം വലയിൽ ചെന്ന് വീണു. പെരുങ്കൊതിയന്മാർക്കും വെള്ളത്തിന് നടുക്ക് വസിക്കുന്നവർക്കും അറിവില്ലാത്തവർക്കും അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വിധി വൈപരീത്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവരുടെ കുറ്റമല്ല. മറ്റൊരാളുടെ ഭാര്യയെ അപഹരിച്ചാലുണ്ടാവുന്ന ദോഷഫലം രാവണൻ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? സ്വർണമാൻ ലോകത്തിൽ അസംഭവ്യമാണെന്ന് ശ്രീരാമൻ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? യാതൊരു ആലോചനയും കൂടാതെ ചൂത് കളിച്ച് ധർമ്മപുത്രർ എങ്ങനെ ആത്മനാശം വരുത്താനിടയായി? ആപത്തെടുത്ത സമയത്ത് ബുദ്ധി ക്ഷയിക്കുമെന്നേ പറയാനുള്ളൂ. മഹാന്മാർക്കും കാലത്തിൻ്റെ കയറിൽ കുടുങ്ങിയാൽ ബുദ്ധി നേർവഴിക്കല്ല പോവുക. ആ സമയത്ത് വേടൻ പ്രാവുകൾ വലയിൽപ്പെട്ടതറിഞ്ഞ് സന്തോഷത്തോടുകൂടി അവരെ അടിച്ചു കൊല്ലാൻ വടിയും പൊക്കിപ്പിടിച്ച് പാഞ്ഞെത്തി. ചിത്രഗ്രീവനാകട്ടെ താനും പരിവാരങ്ങളും വലയിൽ കുടുങ്ങിയത് ഉടൻ തന്നെ അറിഞ്ഞു. വേടൻ കൊല്ലാൻ വരുന്നത് കണ്ടപ്പോൾ അവൻ പ്രാവുകളെ സമാധാനിപ്പിച്ചു: പേടിക്കേണ്ട, ആപൽ ഘട്ടത്തിൽ ബുദ്ധി മങ്ങാതിരുന്നാൽ കരകയറാം, സംശയമില്ല. നല്ല കാലത്തും ചീത്തക്കാലത്തും മഹാന്മാർ ഒരുപോലെയാണ്. സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ചുമപ്പ് നിറമല്ലേ. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി പരിഭ്രമിക്കാതെ വലയും കൊണ്ട് എളുപ്പത്തിൽ പൊങ്ങിപ്പറന്ന് വേടൻ കാണാത്ത സ്ഥലത്ത് ചെന്ന് ഇരിക്കുക. എന്നിട്ട് വലയിൽ നിന്ന് കാൽ വിടർത്തിയെടുക്കും. നേരെ മറിച്ച് ഭയപ്പെട്ട് വ്യസനിച്ചിരിക്കുകയാണെങ്കിൽ മരണം നിശ്ചയം. ഉടൻ തന്നെ പ്രാവുകൾ ചിത്രഗ്രീവന്റെ നിർദ്ദേശമനുസരിച്ച് വലയും കൊണ്ട് പൊങ്ങിപ്പറന്നു. വേടൻ അത് കണ്ട് മേൽപോട്ട് നോക്കിക്കൊണ്ട് ഭൂമിയിൽ കൂടി അവരുടെ പിന്നാലെ ഓടി. അവൻ വിചാരിച്ചു: എൻ്റെ വലയും കൊണ്ട് അതാ പക്ഷികൾ പറന്നു പോകുന്നു. അവർ തമ്മിൽ ശണ്ട കൂടി താഴെ വീഴും, തീർച്ച. ലഘുപതനകനാകട്ടെ ഇര തേടുന്നത് തൽക്കാലം നിർത്തിവെച്ചു. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാനുള്ള കൗതുകത്തോടുകൂടി അവരുടെ പിന്നാലെ പോയി. പ്രാവുകൾ കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ വേടൻ നിരാശനായി.
വിധിച്ചതേ വരൂ. എത്ര പ്രയത്നിച്ചാലും യോഗമില്ലാത്തത് സംഭവിക്കുകയില്ല. കിട്ടാൻ വിധിച്ചിട്ടില്ലാത്തതാണെങ്കിൽ ഉള്ളംകൈയിലായാൽ പോലും പോവും. വിധി വിപരീതമാണെങ്കിൽ ഏത് തരത്തിലെങ്കിലും സ്വല്പം ധനം കൈവശം വന്നാൽ തന്നെയും കുബേരന്റെ ശംഖനിധി പോലെ അത് ഉള്ളതിൽ നിന്നുകൂടി കുറച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുക. പക്ഷിമാംസത്തോടുള്ള കൊതി കൊണ്ട് എൻ്റെ കുടുംബം പുലർത്താനുള്ള ഉപായമായ വലയും കൂടി നഷ്ടപ്പെടുകയാണുണ്ടായത്. ചിത്രഗ്രീവൻ വേടനെ കാണാതിരുന്നപ്പോൾ മറ്റു പ്രാവുകളോട് പറഞ്ഞു, കൂട്ടരെ, ദുഷ്ടനായ വേടൻ തിരിച്ചുപോയി കഴിഞ്ഞു. ഇനി എല്ലാവർക്കും സമാധാനമായിരിക്കാം. മഹിളാരോപ്യ നഗരത്തിൻ്റെ വടക്കുവശത്ത് എൻ്റെ സ്നേഹിതനായ ഹിരണ്യകൻ എന്ന എലി വസിക്കുന്നുണ്ട്. അവൻ വലയുടെ കെട്ടുകൾ അറുത്തു തരും. മനുഷ്യർക്ക് ആപൽക്കാലത്ത് മിത്രങ്ങൾ മാത്രമേ വാക്കുകൊണ്ടെങ്കിലും സഹായം ചെയ്യുകയുള്ളൂ. ചിത്രഗ്രീവൻ പറഞ്ഞത് കേട്ട് പ്രാവുകൾ മഹിളാരോപ്യ നഗരത്തിൽ ഹിരണ്യകന്റെ കോട്ട പോലെയുള്ള മാളത്തിലേക്ക് ചെന്നു. ഹിരണ്യകൻ 1000 പ്രവേശ നിർഗമ ദ്വാരങ്ങളുള്ള മാളത്തിൽ യാതൊരു ഭയവുമില്ലാതെ സുഖമായി വസിക്കുകയാണ്. നീതിജ്ഞനായ എലി വരാനിരിക്കുന്ന ഭയത്തെ കണ്ടറിഞ്ഞ് 100 വഴികളുള്ള മാളത്തിലാണ് വസിക്കുക എന്ന് കേട്ടിട്ടില്ലേ? വിഷപ്പല്ലില്ലാത്ത പാമ്പും മതമില്ലാത്ത ആനയും പോലെ കോട്ടയില്ലാത്ത രാജാവിനെ ആർക്കും കീഴടക്കാം. യുദ്ധത്തിൽ 1000 ആനകളും 1,00,000 കുതിരകളുമുള്ള ഫലമുണ്ട്. ഉറപ്പുള്ള ഒരു കോട്ടയുണ്ടെങ്കിൽ. ചിത്രഗ്രീവൻ മാളത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എടോ ചങ്ങാതി, വേഗം വാ ഹിരണ്യക, എനിക്ക് വലിയ ആപത്ത് പിണഞ്ഞിരിക്കുന്നു. അത് കേട്ട് ഹിരണ്യകൻ മാളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് ചോദിച്ചു, എടോ നീ ആരാണ്? എന്ത് കാര്യത്തിന് വന്നു? എന്ത് കാരണത്താൽ വന്നു? എന്താപത്താണ് നിനക്ക് പിണഞ്ഞത്? അത് പറയൂ. ചിത്രഗ്രീവൻ ഉത്തരം പറഞ്ഞു, എടോ ഞാൻ നിന്റെ സ്നേഹിതനും പ്രാവുകളുടെ രാജാവുമായ ചിത്രഗ്രീവനാണ്. വേഗം വാ, ഒരത്യാവശ്യമുണ്ട്. അത് കേട്ട് ഹിരണ്യകൻ സന്തുഷ്ടനായി കോരിത്തെരിച്ചുകൊണ്ട് വേഗം പുറത്തു വന്നു. സ്നേഹധനന്മാരും നേത്രാനന്ദകരന്മാരുമായ മിത്രങ്ങൾ മഹാന്മാരായ ഗൃഹസ്ഥന്മാരുടെ ഭവനങ്ങളിൽ മാത്രമേ നിത്യവും വരികയുള്ളൂ എന്നാണല്ലോ ആപ്തവാക്യം. സൂര്യോദയം, വെറ്റിലമുറുക്ക്, സൽക്കഥ, ഇഷ്ടയായ പത്നി, നല്ല സുഹൃത്ത്, ഇങ്ങനെ നല്ല കാര്യങ്ങൾ നിത്യവും കണ്ടും കേട്ടും അനുഭവിച്ചും ഇരിക്കുകയാണെങ്കിലും മടുപ്പ് തോന്നുകയില്ല. പതിവായി ഒരാളുടെ ഗൃഹത്തിൽ മിത്രം വന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മനസ്സുഖത്തോട് തുല്യമായി ലോകത്തിൽ മറ്റൊന്നുമില്ല. ചിത്രഗ്രീവനും പരിവാരങ്ങളും വലയിൽ കുടുങ്ങിയിരിക്കുന്നത് കണ്ട് ഹിരണ്യകൻ വിഷാദപൂർവം ചോദിച്ചു, അയ്യയോ ഇതെന്ത്? ചിത്രഗ്രീവൻ പരിഭവിച്ചു, എടോ അറിഞ്ഞിട്ടും ചോദിക്കുകയാണോ? പൂർവജന്മത്തിൽ ചെയ്തു വച്ച ശുഭാശുഭ കർമ്മങ്ങളുടെ ഫലമനുസരിച്ച് എന്ത് കാരണത്താൽ, ആർ നിമിത്തം, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് എന്തനുഭവിക്കാൻ യോഗമുണ്ടോ അത് അക്കാരണത്താൽ ആ ആൾ നിമിത്തം അങ്ങനെ അപ്പോൾ അവിടെ വെച്ച് അനുഭവിക്കുന്നു. എനിക്ക് ഈ ബന്ധനം തീറ്റക്കൊതി നിമിത്തമാണ് വന്നു ചേർന്നത്. നീ വേഗം കയർ മുറിച്ചതാ. അത് കേട്ട ഹിരണ്യകൻ വിസ്മയിച്ചു. പക്ഷി 180 യോജന ദൂരെ വെച്ച് തന്നെ ഭക്ഷണ പദാർത്ഥം കാണുന്നു. എന്നാൽ വിധിവശാൽ അതിനടുത്ത് തന്നെയുള്ള കെണി കാണുന്നുമില്ല. സൂര്യനും ചന്ദ്രനും ഗ്രഹണമുണ്ട്. ആനയും പാമ്പും പക്ഷിയും ബന്ധനത്തിലകപ്പെടുന്നു. ബുദ്ധിമാന്മാർക്ക് ദാരിദ്ര്യമാണ് അനുഭവം. ഇതെല്ലാം കണ്ട് വിധിയുടെ ബലം എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ആകാശത്തിലാണ് സഞ്ചാരമെങ്കിലും പക്ഷികൾക്ക് ആപത്തു പിണയുന്നു. വളരെ ആഴമുള്ള സമുദ്രത്തിലാണ് വാസമെങ്കിലും മത്സ്യങ്ങളെ സമർത്ഥന്മാരായ മുക്കുവന്മാർ പിടിക്കുന്നു. ഈ ലോകത്തിൽ ദുഷ്കൃതത്തിനും സുകൃതത്തിനും അനുസരിച്ച് ഫലം കിട്ടാറുണ്ടോ? ഉന്നത സ്ഥാനം ലഭിച്ചിട്ട് വല്ല മെച്ചവുമുണ്ടോ? കാലം ദൂരത്തിരുന്നു കൊണ്ടായാലും എല്ലാവരെയും കൈനീട്ടി പിടികൂടുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ചിത്രഗ്രീവൻ്റെ കാലിലെ കെട്ടെറുക്കാൻ ഭാവിച്ചു. അപ്പോൾ ചിത്രഗ്രീവൻ തടഞ്ഞു. വരട്ടെ, നിൽക്കൂ. ആദ്യം എൻ്റെ അനുചരന്മാരുടെ കെട്ടെറുക്കൂ, എന്നിട്ടാവാം എൻ്റേത്. അത് ഹിരണ്യകന് രസിച്ചില്ല. നീ പറഞ്ഞത് ശരിയല്ല. യജമാനന് ശേഷം മാത്രമേ ഉള്ളൂ ഭൃത്യന്മാർ. ചിത്രഗ്രീവൻ മറുപടി പറഞ്ഞു, സുഹൃത്തെ, അങ്ങനെ പറയരുത്. ഇവർ എന്നെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. സ്വന്തം കുടുംബത്തെയൊക്കെ ഉപേക്ഷിച്ച് ഇവർ എൻ്റെ കൂടെ വന്നിരിക്കുന്നു. അവരെ എങ്ങനെ മാനിക്കാതിരിക്കും? ഭൃത്യരെ എപ്പോഴും വേണ്ടതുപോലെ മാനിക്കുന്ന രാജാവ് നിർധനനായി തീർന്നാലും ഭൃത്യർ ഉപേക്ഷിക്കുകയില്ല. സമ്പത്തിൻ്റെ മൂലകാരണം വിശ്വാസമാണ്. ആന തൻ്റെ സംഘത്തിൻ്റെ മുഴുവൻ തലവനാണ്. സിംഹം മൃഗാധിപനാണെന്ന് പറയാറുണ്ടെങ്കിലും
പരിവാരഭാവേന മൃഗങ്ങൾ ചുറ്റും കൂടാറില്ലല്ലോ. വലയുടെ കയർ മുറിക്കുമ്പോൾ നിന്റെ പല്ല് പൊട്ടുകയോ അല്ലെങ്കിൽ വലയും കൊണ്ട് രക്ഷപ്പെടും മുമ്പോ ദുഷ്ടനായ വേടൻ വരികയോ ചെയ്യുന്നിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ നരകത്തിൽ വീഴുമായിരുന്നു. നല്ല ഭൃത്യർക്ക് ദുഃഖത്തിനിടവരുത്തുന്ന യജമാനൻ നരകത്തിൽ പോകുമെന്ന് കേട്ടിട്ടില്ലേ? ഇതൊക്കെ കേട്ട് ഹിരണ്യകൻ സന്തോഷപൂർവ്വം പറഞ്ഞു, എടോ, രാജധർമ്മം എന്തെന്ന് എനിക്കറിയായികയല്ല. ഞാൻ നിന്നെ പരീക്ഷിച്ചതായിരുന്നു. ഇനി ഞാൻ എല്ലാവരുടെയും കയർ മുറിക്കാം. വളരെ പ്രാവുകളാൽ ചുറ്റപ്പെട്ട് നീ സുഖമായിരിക്കുക. ഭൃത്യരിൽ എപ്പോഴും കാരുണ്യവും സമഭാവനയുമുള്ള രാജാവ് ത്രൈലോക്യം ഭരിക്കാനിടയാവും. ഇങ്ങനെ പറഞ്ഞ് കയർ മുറിച്ച് ചിത്രഗ്രീവനോടായി ഹിരണ്യകൻ തുടർന്നു. സ്നേഹിത, ഇപ്പോൾ പോകാം. ഇനിയും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഇങ്ങോട്ട് വന്നുകൊള്ളുക. അവരെ പറഞ്ഞയച്ച ശേഷം അവൻ കോട്ടയിൽ പ്രവേശിച്ചു. സപരിവാരനായ ചിത്രഗ്രീവനും സ്വഗൃഹത്തിലേക്ക് പോയി. നല്ല സ്നേഹിതന്മാരുള്ളവൻ ദുസ്സാധ്യങ്ങളായ കാര്യങ്ങൾ പോലും നേടുന്നു. അതുകൊണ്ടാണ് സമാനശീലരായ സ്നേഹിതന്മാരെ സമ്പാദിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നത്. ലഘുപതനകൻ സംഭവിച്ചതെല്ലാം കണ്ട് സാൽഫുതം ആലോചിച്ചു. ഓ, ഈ ഹിരണ്യകന്റെ ബുദ്ധിയും ശക്തിയും കോട്ടയുടെ ഉറപ്പും എല്ലാം ആശ്ചര്യകരം തന്നെ. പക്ഷികൾക്ക് ബന്ധനത്തിൽ നിന്ന് വിടുതൽ കിട്ടാനുള്ള വഴി ഇത് മാത്രമാണ്. ഞാനാകട്ടെ സ്ഥിരതയില്ലാത്തവനാണ്, ആരെയുമില്ല വിശ്വാസം. ഇവനെ ഞാൻ ചങ്ങാതിയായി സ്വീകരിച്ചാലോ? ബുദ്ധിശാലികൾ എല്ലാം തികഞ്ഞിട്ടുണ്ടെങ്കിലും സുഹൃത്തുക്കളെ നേടും. നദികളുടെ പതിയായ സമുദ്രം സ്വതേ പൂർണ്ണനാണെങ്കിലും ചന്ദ്രോദയത്തിൻ്റെ സഹായം ആവശ്യപ്പെടാറുണ്ട്. ഇങ്ങനെയൊക്കെ ആലോചിച്ച് കാക്ക മരത്തിന്മേൽ നിന്നിറങ്ങി മാളത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് ചിത്രഗ്രീവനെ പോലെ മന്ദസ്വരത്തിൽ ഹിരണ്യകനെ വിളിച്ചു. വരൂ വരൂ, എടോ ഹിരണ്യക, വരൂ. അത് കേട്ട് ഹിരണ്യകൻ ആലോചിച്ചു. വീണ്ടും ഏതോ ഒരു പ്രാവ് കെണിയിൽപ്പെട്ടുവെന്ന് തോന്നുന്നു. എന്നെ വിളിക്കുന്നു. എന്നിട്ട് ചോദിച്ചു, എടോ, നീ ആരാണ്? കാക്ക മറുപടി പറഞ്ഞു, ഞാൻ ലഘുപതനകൻ എന്ന കാക്കയാണ്. അത് കേട്ട് അകത്തു മറഞ്ഞിരുന്നുകൊണ്ട് തന്നെ ഹിരണ്യകൻ ശകാരിച്ചു, എടോ, എൻ്റെ പടിക്കൽ നിന്ന് വേഗം പോ. കാക്കയ്ക്ക് ആ വാക്കുകൾ കേട്ട് സങ്കടം തോന്നി. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. നിനക്കെന്നെ ഒന്ന് കാണുകയെങ്കിലും ചെയ്തുകൂടെ? ഹിരണ്യകൻ തട്ടിക്കയറി. നിന്നോടുള്ള സമ്പർക്കം കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. കാക്ക സവിനയം പറഞ്ഞു, എടോ, ചിത്രഗ്രീവൻ നിന്റെ അടുത്തു വന്ന് വലക്കയർ മുറിച്ചു പോയതും മറ്റും ഞാൻ കണ്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അതുപോലെ ഞാനും വല്ല ബന്ധനത്തിലും പെട്ടുപോയാൽ നിന്റെ അടുത്തു വന്ന് മോചനം നേടാമല്ലോ. അതിനാൽ ഞാനും നീയുമായി സുഹൃത്ബന്ധം സ്ഥാപിക്കണമെന്നുണ്ട് എനിക്ക്. ഹിരണ്യകൻ എതിർത്തു, എടോ, അത് ശരിയാവുകയില്ല. നീ തിന്നുന്നവനാണ്, ഞാൻ തിന്നപ്പെടുന്നവനും. അങ്ങനെയിരിക്കെ ജന്മനാ വിരോധികളായ നാം തമ്മിൽ എങ്ങനെ സ്നേഹബന്ധമുണ്ടാവും? അതിനാൽ പോ. സമമായ കുലത്തിൽ ജനിച്ചവരും സമമായ ധനസ്ഥിതിയുള്ളവരുമായി മാത്രമേ മൈത്രിയും വിവാഹവുമാകാവൂ. തന്നേക്കാൾ താണവനോടോ ഉയർന്നവനോടോ സ്നേഹബന്ധം സ്ഥാപിക്കുന്നവനെ ജനങ്ങൾ പരിഹസിക്കും. അതിനാൽ പോ. കാക്ക വീണ്ടും കെഞ്ചി, എടോ ഹിരണ്യക, ഞാനിതാ നിന്റെ കോട്ടവാതിൽക്കൽ ഇരിക്കുകയാണ്. നീ എൻ്റെ മിത്രമായിരിക്കാൻ കൂട്ടാക്കുകയില്ലെങ്കിൽ ഞാനിവിടെ നിന്റെ മുമ്പിൽ തന്നെ കിടന്നുകൊണ്ട് ചത്തുകളയും. ഹിരണ്യകൻ അല്പമൊന്നയഞ്ഞു. എടോ, ഞാൻ ആജന്മ ശത്രുവായ നിന്റെ മിത്രമായി ഇരിക്കുന്നതെങ്ങനെ? ശത്രുവുമായി ഒരു കാരണവശാലും സന്ധി ചെയ്യരുത്. തിളച്ച വെള്ളമാണെങ്കിലും അടുപ്പിലൊഴിച്ചാൽ തീ കെടുമല്ലോ. കാക്ക ചോദിച്ചു, എടോ, നാം കണ്ടിട്ട് പോലുമില്ലല്ലോ, പിന്നെ എന്ത് ശത്രുതയാണ്? ഉചിതമല്ലാത്തത് പറയരുത്. ഹിരണ്യകൻ മറുപടി പറഞ്ഞു, ശത്രുത രണ്ട് തരത്തിലുണ്ട്, സ്വതേ ഉള്ളതും വല്ല കാരണവശാലും ഉണ്ടായതും. നീ സ്വതേ തന്നെ എൻ്റെ ശത്രുവാണ്. വല്ല കാരണവശാലും ഉണ്ടായ ശത്രുതയാണെങ്കിൽ ഗുണം പ്രവർത്തിക്കുകയും മറ്റും ചെയ്താൽ അതില്ലാതെയാവും. സ്വതയുള്ള ശത്രുത പ്രാണദാനത്തോടുകൂടി മാത്രമേ ഇല്ലാതാവുകയുള്ളൂ. കാക്ക കൗതുകത്തോടെ അപേക്ഷിച്ചു, എടോ, രണ്ടു തരം ശത്രുതയുണ്ടെന്ന് നീ പറഞ്ഞുവല്ലോ. എനിക്ക് അവയുടെ ലക്ഷണങ്ങൾ കേൾക്കണമെന്നുണ്ട്, പറയൂ. ഹിരണ്യകൻ പറഞ്ഞു, എടോ, കാരണത്തോടു കൂടിയ ശത്രുത യഥായോഗ്യം ഉപകാരം ചെയ്താൽ ഇല്ലാതെയായി പോവും. സ്വാഭാവികമായ ശത്രുത എങ്ങനെയായാലും ഇല്ലാതാവുകയില്ല. കീരിയും പാമ്പും, സസ്യഭുക്കായ മൃഗവും, നഖങ്ങളുള്ള മാംസഭുക്കായ മൃഗവും, വെള്ളവും തീയും,
ദേവനും അസുരനും, പട്ടിയും പൂച്ചയും, പണക്കാരനും ദരിദ്രനും, സപത്നിമാർ, വേടനും മാനും, വേദജ്ഞനും കർമ്മം ചെയ്യാതെ നടക്കുന്നവനും, പണ്ഡിതനും മൂഢനും, പതിവ്രതയും കുലടയും, സജ്ജനവും ദുർജനവും ഇവരെല്ലാം സ്വതേ ശത്രുക്കളാണ്. അവരൊക്കെ തമ്മിൽ തമ്മിൽ കൊല്ലുന്നുണ്ടെന്നല്ല പറയുന്നത്, ആത്മാവിന് ദുഃഖമുണ്ടാക്കുന്നുവെന്നാണ്. കാക്ക അതിനുത്തരം പറഞ്ഞു, കാരണമുണ്ടായിട്ടാണല്ലോ മൈത്രി ഉണ്ടാകുന്നത്. കാരണമുണ്ടായിട്ട് തന്നെയാണ് ശത്രുതയും. അതുകൊണ്ട് ബുദ്ധിശാലികൾ മൈത്രിയാണ് പുലർത്തേണ്ടത്, ശത്രുതയല്ല. നീ എന്നോട് ചേർന്ന് മിത്രഭാവേന വർത്തിക്കുക. ഹിരണ്യകൻ അത് സമ്മതിച്ചില്ല. എടോ, നീതിസാരം കേൾക്കുക. ശത്രുവിനോട് സ്നേഹബന്ധം സ്ഥാപിക്കുന്നവൻ നശിച്ചു പോകുമെന്ന് കേട്ടിട്ടില്ലേ? വ്യാകരണകർത്താവായ പാണിനിയുടെ വിലപ്പെട്ട ജീവൻ ഒരു സിംഹം അപഹരിച്ചു. മീമാംസകനായ ജൈമിനി മഹർഷിയെ ഒരാന കൊന്നുകളഞ്ഞു. ചന്തോജ്ഞാനിയായിരുന്ന പിങ്കളകനെ കടൽക്കരയിൽ വെച്ച് ഒരു മുതല നിഗ്രഹിച്ചു. അറിവില്ലാത്ത ഭയങ്കരന്മാർക്ക് മഹത്വം കൊണ്ട് എന്ത് കാര്യം? കാക്ക വീണ്ടും പറഞ്ഞു, അതൊക്കെ ശരി, എന്നാൽ മറ്റൊന്ന് കേൾക്ക്. സാധാരണ ലോകർക്ക് അന്യോന്യമുള്ള ഉപകാരം കൊണ്ടും പക്ഷിമൃഗങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാലും മൂഢർക്ക് ഭയം കൊണ്ടും ദുര കൊണ്ടുമാണ് മൈത്രി ഉളവാകുന്നത്. സജ്ജനങ്ങൾക്കാകട്ടെ ദർശനം കൊണ്ട് തന്നെ ഉണ്ടാകുന്നു. ദുർജനങ്ങളുടെ സ്നേഹം മൺകുടം പോലെയാണ്, വളരെ വേഗം തകർന്നു പോകുന്നു, കൂട്ടിച്ചേർക്കാൻ സാധിക്കുകയുമില്ല. സജ്ജനങ്ങളുടെ മൈത്രി പൊൻകുടം പോലെയാണ്, അത്ര വേഗം തകർക്കാവുന്നതല്ല, എളുപ്പത്തിൽ കൂട്ടിവിളക്കി ശരിയാക്കുകയും ചെയ്യാം. സജ്ജനങ്ങളുടെ സ്നേഹം കരിമ്പിൻ്റെ സത്ത് പോലെയാണ്, അറ്റത്തു നിന്ന് തുടങ്ങി ഓരോ കമ്പ് കഴിയും തോറും മധുരം കൂടിക്കൂടി വരുന്നു. ദുർജനങ്ങളുടേത് നേരെ വിപരീതമാണ്. തുടക്കത്തിൽ വലുതായും ക്രമേണ കുറഞ്ഞു കുറഞ്ഞും ഇരിക്കുന്ന ദുർജനങ്ങളുടെ മൈത്രി പ്രഭാതത്തിലെ നിഴൽ പോലെയാണ്. സജ്ജനങ്ങളുടെ സ്നേഹമാകട്ടെ വൈകുന്നേരത്തെ നിഴൽ പോലെ തുടക്കത്തിൽ അധികമില്ലാതെ ക്രമേണ വർദ്ധിച്ചുമിരിക്കും. ഹിരണ്യക, ഞാൻ നല്ലവനാണ്. സത്യം ചെയ്ത് നിന്റെ ഭയം ഇല്ലാതെയാക്കി കളയാം. എലി പറഞ്ഞു, എനിക്ക് നിന്റെ സത്യത്തിലൊന്നും വിശ്വാസമില്ല. കേട്ടിട്ടുണ്ടോ? സത്യം ചെയ്ത് യോജിപ്പായാൽ തന്നെയും ശത്രുക്കളെ വിശ്വസിക്കരുത്. ഇന്ദ്രൻ ശപഥം ചെയ്ത ശേഷമാണ് വൃത്രാസുരനെ കൊന്നത്. വിശ്വസിപ്പിച്ചാലല്ലാതെ ദേവന്മാർക്ക് പോലും ശത്രുവിനെ കയ്യിൽ കിട്ടുകയില്ല. ദിതി വിശ്വസിക്കുക കാരണമല്ലേ ദേവേന്ദ്രൻ അവളുടെ ഗർഭം പിളർന്നു കളഞ്ഞത്? അതിസൂക്ഷ്മമായ ദ്വാരത്തിൽ കൂടിയാണേലും ശത്രു അകത്ത് കടന്നാൽ നാശമാണ് ഫലം. തോണിയിൽ വെള്ളം കടന്നാലെന്ന പോലെ വിശ്വസ്തനല്ലാത്തവനെ വിശ്വസിക്കരുത്. വിശ്വസ്തനെ പോലും തികച്ചും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അതിൽ നിന്ന് ഭയമുളവാകും. ആ ഭയം സകല വേരുകളെയും അറുത്തു കളയുന്നു. ആരെയും വിശ്വസിക്കാത്ത ദുർബലനെ ശക്തന്മാർക്ക് പോലും നശിപ്പിക്കാൻ കഴിയുകയില്ല. മറിച്ച് മറ്റുള്ളവരിൽ വിശ്വാസം അർപ്പിച്ച ബലവാനെ ദുർബലന്മാർ പോലും എളുപ്പത്തിൽ നശിപ്പിക്കുന്നു. ശത്രുവിനെ വിശ്വസിച്ച് പണം കൊടുത്ത് ഏൽപ്പിക്കുന്നവൻ, സ്നേഹമില്ലാത്ത ഭാര്യയെ വിശ്വസിക്കുന്നവൻ എന്നിവരുടെ ജീവിതം അവസാനിപ്പിച്ചുവെന്ന് ഉറപ്പിക്കാം. ഇതൊക്കെ കേട്ട് ലഘുപതനകൻ ഉത്തരമൊന്നും തോന്നാതെ ആലോചിച്ചു കൊണ്ടിരുന്നു. ഇവന് നീതി വിഷയത്തിലുള്ള അറിവ് അസാമാന്യം തന്നെ. ഇവനുമായി മൈത്രി ഉണ്ടാകണമെന്ന് എനിക്ക് അധികം തോന്നുകയാണ്. അവൻ വീണ്ടും പറഞ്ഞു, ഹിരണ്യക, സജ്ജനങ്ങൾ ഒപ്പം 7 അടി നടക്കുകയോ 7 വാക്ക് സംസാരിക്കുകയോ ചെയ്താൽ മിത്രങ്ങളായി തീർന്നു കഴിഞ്ഞു എന്നാണ് പണ്ഡിതമതം. അതിനാൽ നീ എൻ്റെ സ്നേഹിതനായിരിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കൂ. നീ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട. നീ കോട്ടയുടെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി. ഞാൻ പുറത്തു നിന്നുകൊള്ളാം. എന്നിട്ട് നമുക്ക് ദിവസേന സംസാരിക്കാം. ഗുണദോഷ വിചാരവും അഭിജ്ഞവചനങ്ങളും സൽക്കഥകളും പറഞ്ഞ് രസിക്കാം. അത് കേട്ട് ഹിരണ്യകൻ ആലോചിച്ചു. ഈ ലഘുപതനകൻ സംസാരിക്കാൻ മിടുക്കനാണ്, സത്യം പറയുന്നവനാണെന്നും തോന്നുന്നുണ്ട്. ഇവനുമായി മൈത്രി പുലർത്തുന്നത് തരക്കേടില്ലാത്ത കാര്യമാണ്. എന്നാൽ എൻ്റെ കോട്ടയിൽ കാലെടുത്ത് കുത്താൻ സമ്മതിക്കരുതെന്ന് മാത്രം. ആദ്യം ശത്രു ഭയപ്പെട്ട് പതുക്കെ മാത്രമേ അടിവയ്ക്കൂ. പിന്നെ ധൈര്യം വരും. സുന്ദരിയുടെ ശരീരത്തിൽ ജാരൻ്റെ കൈകളെന്ന പോലെ. അവൻ പിന്നീട് കാക്കയോട് പറഞ്ഞു, സുഹൃത്തെ, അങ്ങനെയാകട്ടെ. അന്നു മുതൽക്ക് അവർ രണ്ടുപേരും സദ്വചനങ്ങളും സൽക്കഥകളും പറഞ്ഞാനന്ദിച്ചും അന്യോന്യം കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്തും കാലം കഴിച്ചു. ലഘുപതനകൻ മാംസകഷ്ണങ്ങളും വിശുദ്ധമായ ബലിച്ചോറും പഴങ്ങളും പായസങ്ങളും മറ്റും സ്നേഹപൂർവ്വം
ഹിരണ്യകന് കൊണ്ടുവന്നു കൊടുത്തു. ഹിരണ്യകൻ അരിയും മറ്റു പലതരം ഭക്ഷണ പദാർത്ഥങ്ങളും രാത്രിയിൽ പോയി കൊണ്ടുവന്ന് ലഘുപതനകന് വേണ്ടി സൂക്ഷിച്ചു വെച്ച് വരുമ്പോൾ കൊടുത്തു പോന്നു. ഇത് രണ്ടു പേർക്കും ഉചിതം തന്നെ. നൽകുക, സ്വീകരിക്കുക, തൻ്റെ രഹസ്യങ്ങളെല്ലാം പറയുക, മറ്റേയാളുടെ രഹസ്യങ്ങൾ ചോദിച്ചു കേൾക്കുക, സ്വന്തം ഗൃഹത്തിൽ വിളിച്ചു വരുത്തി കൂട്ടുക, മറ്റേയാളുടെ ഗൃഹത്തിൽ പോയി ഉണ്ണുക. ഇങ്ങനെ 6 വിധത്തിലാണ് സുഹൃത്തുക്കൾ പ്രീതി പ്രകടിപ്പിക്കുക. ഉപകാരം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രകാരത്തിലും സ്നേഹമുണ്ടാവുകയില്ല. വഴിപാട് നേർന്നാലാണല്ലോ ദേവന്മാരും കൂടി അഭിഷ്ടദാനം ചെയ്യുക. കൊടുക്കുന്നതിനനുസരിച്ചാണ് സ്നേഹമുണ്ടാവുക. പാലില്ലാതെ ആയാൽ പശുക്കിടാവ് തള്ളയെ വിട്ടുപോകും. ദാനത്തിൻ്റെ മഹിമ അത്ഭുതകരം തന്നെ. ശത്രുവും ഉടൻ മിത്രമായി ഭവിക്കും. വകതിരിവില്ലാത്ത മൃഗങ്ങൾക്കു പോലും ദാനം പുത്രനേക്കാൾ പ്രിയപ്പെട്ടതാണ്. കിടാവുള്ള എരുമ തൻ്റെ പാൽ കിടാവിന് നൽകാതെ പിണ്ണാക്ക് നൽകുന്നവനാണ് കൊടുക്കുന്നത്. എന്തിനേറെ പറയുന്നു, കാക്കയും എലിയും ആത്മസുഹൃത്തുക്കളായി തീർന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എലി കോട്ടയുടെ പുറത്തു വന്ന് കാക്കയുമായി നേരിട്ട് സംസാരിച്ചിരുന്നു തുടങ്ങി. ഒരു ദിവസം കാക്ക കണ്ണീരൊഴുക്കി കൊണ്ടുവന്ന് തൊണ്ടയിടർച്ചയോടെ പറഞ്ഞു, സുഹൃത്തെ ഹിരണ്യക, എനിക്ക് ഈ പ്രദേശത്തോട് മടുപ്പ് വന്നിരിക്കുന്നു. ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോവുകയാണ്. ഹിരണ്യകൻ വിസ്മയിച്ചു. സുഹൃത്തെ, മടുപ്പ് വരാൻ എന്തുണ്ടായി കാരണം? കാക്ക മറുപടി പറഞ്ഞു, ചെങ്ങാതി കേൾക്കൂ, ഈ നാട്ടിൽ മഴയില്ലായകയാൽ ക്ഷാമം ബാധിച്ചിരിക്കുന്നു. വറുതി നിമിത്തം വിശന്നു പൊരിയുന്ന ആളുകൾ ബലിയിടുന്നില്ല. മാത്രമല്ല, പട്ടിണി കിടക്കുന്നവർ വീട് തോറും പക്ഷികളെ വലവെച്ചു പിടിക്കുവാൻ കയറ് മുറുക്കിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ ആയുസ്സിൻ്റെ വലിപ്പം കൊണ്ട് വലയിൽപ്പെടാതെ രക്ഷപ്പെട്ടുവെന്ന് മാത്രം. ഇതാണ് മടുപ്പ് വരാൻ കാരണം. നാട് വിട്ടു പോകണമല്ലോ എന്ന് കരുതിയാണ് ഞാൻ കരയുന്നത്. ഹിരണ്യകൻ ചോദിച്ചു, നീ എങ്ങോട്ടാണ് പുറപ്പെടുന്നത്? കാക്ക ഉത്തരം പറഞ്ഞു, ദക്ഷിണാപഥത്തിൽ ഒരു കൊടുങ്കാട്ടിൻ്റെ നടുവിൽ വലിയൊരു കുളമുണ്ട്. അതിൽ എൻ്റെ ഉത്തമ സുഹൃത്തായ മന്ദരകൻ എന്ന ആമ വസിക്കുന്നുണ്ട്. അവൻ എനിക്ക് മത്സ്യകഷ്ണങ്ങളും മാംസകഷ്ണങ്ങളും തരും. അതൊക്കെ തിന്ന് അവൻ്റെ കൂടെ സദ്വചനങ്ങളും സൽക്കഥകളും പറഞ്ഞ് ആനന്ദിച്ച് സുഖമായി ദിവസം കഴിക്കാം. പക്ഷികളെല്ലാം വലയിൽപ്പെട്ട് നശിക്കുന്നത് കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാൻ എനിക്ക് വയ്യ. ഒരു ദേശത്ത് മഴയില്ലാതെയാവുകയും ധാന്യങ്ങളൊക്കെ നശിച്ചു പോവുകയും ചെയ്താൽ നാടിൻ്റെയും കുലത്തിൻ്റെയും ക്ഷയം കണ്ടുകൊണ്ടിരിക്കാൻ ഇടവരാത്തവനാണ് ധന്യനെന്ന് കേട്ടിട്ടില്ലേ? സമർത്ഥന്മാർക്ക് എന്ത് ചെയ്യാനാണ് വിഷമം? ഉദ്യമശീലന്മാർക്ക് ദൂരം അധികമാണെന്നുള്ള തോന്നലുണ്ടാവുമോ? വിദ്യയുള്ളവർക്ക് ഏതാണ് വിദേശം? പ്രിയവാക്ക് പറയുന്നവന് ശത്രു ഉണ്ടാവുമോ? പാണ്ഡിത്യവും രാജത്വവും ഒരുപോലെയല്ല. രാജാവിനെ സ്വന്തം രാജ്യത്ത് മാത്രമേ ആളുകൾ പൂജിക്കൂ. വിദ്വാൻ എല്ലാ നാടുകളിലും പൂജിക്കപ്പെടുന്നു. അത് കേട്ട് ഹിരണ്യകൻ പറഞ്ഞു, എന്നാൽ ഞാനും നിന്റെ കൂടെ വരികയാണ്. എനിക്കുമുണ്ട് കലശലായ വ്യസനം. കാക്ക അത്ഭുതപ്പെട്ടു. എടോ, നിനക്കെന്ത് വ്യസനമാണ്? പറയൂ. എലി മറുപടി പറഞ്ഞു, എടോ, അത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. അവിടെ എത്തട്ടെ, എന്നിട്ടെല്ലാം വിസ്തരിച്ച് പറയാം. കാക്ക ചോദിച്ചു, എനിക്ക് ആകാശത്തിൽ കൂടി പറന്നു പോകാനാണ് ഉദ്ദേശം. നീ എങ്ങനെയാണ് എന്നോടൊപ്പം വരിക? എലി അപേക്ഷിച്ചു, നീ എന്നെ പുറത്തു കയറ്റിക്കൊണ്ടു പോകണം, അല്ലാതെ എനിക്ക് മറ്റൊരു ഗതിയുമില്ല. അത് കേട്ടപ്പോൾ കാക്കയ്ക്ക് സന്തോഷം തോന്നി. ഞാൻ ധന്യൻ തന്നെ. നിന്റെ കൂടെ അവിടെ കാലം കഴിക്കാമല്ലോ. എനിക്ക് ആകാശഗമനത്തിൻ്റെ 8 ഗതിവിശേഷങ്ങൾ അറിയാം. അതുകൊണ്ട് എൻ്റെ പുറത്ത് കയറിക്കൊള്ളുക. ഞാൻ നിന്നെ സുഖമായി കുളത്തിൽ കൊണ്ടുചെന്നാക്കാം. എലിക്ക് ജിജ്ഞാസയായി. ആകാശഗമനത്തിൻ്റെ ഗതിവിശേഷങ്ങളുടെ പേരുകൾ എനിക്ക് കേൾക്കണമെന്നുണ്ട്. കാക്ക പറഞ്ഞു കൊടുത്തു. നേരെയുള്ളത് സംവാദം, പെട്ടെന്ന് ചാടി വരുന്നത് വിപ്രപാദം, ഊക്കിലുള്ളത് മഹാപാദം, ചുവട്ടിലേക്കുള്ളത് നിപാതനം, വളഞ്ഞത് വക്രം, പുളഞ്ഞത് തിര്യക്ക്, മേൽപോട്ടുള്ളത് ഊർധ്വം, വേഗമുള്ളത് ലഘുസജ്ഞകം. ഇവയാണ് 8 ഗതിവിശേഷങ്ങൾ. ഹിരണ്യകൻ എല്ലാം കേട്ട് മനസ്സിലാക്കി ഉടൻ തന്നെ ലഘുപതനകൻ്റെ പുറത്തു കയറി. അവൻ പതുക്കെ പതുക്കെ ഹിരണ്യകനെ ചുമന്നുകൊണ്ട് സംവാദം എന്ന ആകാശഗമന രീതി അവലംബിച്ചു പറന്ന് ആ കുളത്തിലെത്തിച്ചേർന്നു. എലിയെയും ചുമന്ന് ലഘുപതനകൻ വരുന്നത് ദൂരത്തുനിന്ന് തന്നെ കണ്ട് ദേശകാലജ്ഞനായ മന്ദരകൻ എന്ന ആ ആമ അതൊരു സാധാരണ കാക്കയല്ലെന്നറിഞ്ഞ് വേഗം വെള്ളത്തിൽ മുങ്ങിക്കിടപ്പായി. ലഘുപതനകൻ കുളക്കരയിലുള്ള മരപ്പൊത്തിൽ ഹിരണ്യകനെ വിട്ട് കൊമ്പത്തിരുന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എടോ മന്ദരക, വാ വാ, ഞാൻ നിന്റെ ചെങ്ങാതി ലഘുപതനകൻ എന്ന കാക്കയാണ്.
വളരെ കാലമായി നിന്നെ കാണാൻ കൊതിച്ചു വന്നിരിക്കുകയായിരുന്നു. എന്നിട്ടിപ്പോൾ ഇതാ വന്നിരിക്കുന്നു. നീ വേഗം വന്ന് എന്നെ ആലിംഗനം ചെയ്യ്. കർപ്പൂരം ചേർത്ത ചന്ദനം, കുളിർത്ത മഞ്ഞുനീർ ഇവ കൊണ്ട് എന്ത് കാര്യം? സ്നേഹിതനെ സ്പർശിക്കുമ്പോഴുള്ള ഉൾക്കുളിരിൻ്റെ 16 പോലും അവയ്ക്ക് നൽകാൻ സാധ്യമല്ലല്ലോ. ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നതും ദുഃഖങ്ങൾക്ക് ഔഷധമായി ഭവിക്കുന്നതുമായ ഈ അമൃത് മിത്രമെന്ന 2 അക്ഷരം ആരായിരിക്കും സൃഷ്ടിച്ചത്? ഇതെല്ലാം കേട്ട് അതിസമർത്ഥനായ കാക്കയെ തിരിച്ചറിഞ്ഞ് മന്ദരകൻ വേഗം വെള്ളത്തിൽ നിന്ന് കയറി സന്തോഷ ബാഷ്പത്തോടുകൂടി കോരിത്തെരിച്ചുകൊണ്ട് പറഞ്ഞു, വരൂ വരൂ ചങ്ങാതി, എന്നെ ആലിംഗനം ചെയ്യൂ. കുറെ കാലമായി എന്നെ കണ്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ മുങ്ങിക്കിടന്നത്. ഒരാളുടെ വീര്യം, കുലം, പ്രവൃത്തി എന്നിവയെക്കുറിച്ച് അറിവില്ലെങ്കിൽ അവരോട് സമ്പർക്കം ചെയ്യരുതെന്ന് ബൃഹസ്പതി പറഞ്ഞിട്ടുണ്ട്. ഉടൻ ലഘുപതനകൻ മരത്തിന്മേൽ നിന്നിറങ്ങി മന്ദരകനെ ആശ്ലേഷിച്ചു. ശരീരത്തിന് വെടുപ്പും സുഖവും ഉണ്ടാവാൻ അമൃത് തന്നെ ഒഴുകി വന്നിട്ട് എന്ത് കാര്യം? വളരെ കാലം കൂടി കാണുന്ന ചങ്ങാതിയുടെ അമൂല്യമായ ആലിംഗനത്തോടൊക്കുമോ അത്? അവർ 2 പേരും ആലിംഗന സുഖത്താൽ കോരിത്തരിച്ചുകൊണ്ട് മരക്കൊമ്പത്തും താഴത്തുമായിരുന്ന് സ്വന്തം ചരിത്രങ്ങൾ അന്യോന്യം പറഞ്ഞു കേൾപ്പിച്ചു. ആ സമയത്ത് ഹിരണ്യകൻ മന്ദരകനെ നമസ്കരിച്ച് ലഘുപതനകന്റെ അടുത്ത് ചെന്നിരുന്നു. അവനെ കണ്ട് മന്ദരകൻ ലഘുപതനകനോട് ചോദിച്ചു, എടോ, ഏതാണ് ഈ എലി? നിനക്ക് തിന്നാനുള്ളതാണെങ്കിലും നീ പുറത്ത് ചുമന്നുകൊണ്ട് വരുന്നതാണല്ലോ കണ്ടത്. അതിന് തക്ക കാരണമുണ്ടാവുമെന്ന് ഞാൻ ഊഹിക്കുന്നു. ലഘുപതനകൻ മറുപടി പറഞ്ഞു, എടോ, ഈ എലിയുടെ പേര് ഹിരണ്യകൻ എന്നാണ്. എൻ്റെ ചങ്ങാതിയാണ്. എൻ്റെ 2ാമത്തെ പ്രാണനാണെന്ന് തന്നെ പറയാം. എന്തിനേറെ, മഴത്തുള്ളികൾ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ, മണൽത്തരികൾ എന്നിവ പോലെ ഈ മഹാന്റെ ഗുണഗണങ്ങൾ അളവറ്റവയാണ്. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം ആപത്തിൽപ്പെട്ട് അങ്ങയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. മന്ദരകൻ ചോദിച്ചു, എന്താണ് ഇദ്ദേഹത്തിൻ്റെ വ്യസനത്തിന് കാരണം? കാക്ക പറഞ്ഞു, ഞാൻ ചോദിക്കുകയുണ്ടായി. എന്നാൽ ഒരുപാടുണ്ട് പറയാൻ. ഇവിടെ വന്ന് പറയാം എന്നാണ് പറഞ്ഞത്. എന്നോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തെ ഹിരണ്യക, ഇപ്പോൾ ഞങ്ങളോട് നിന്റെ വ്യസനത്തിന് കാരണം പറയൂ. അപ്പോൾ ഹിരണ്യകൻ ഒരു കഥ പറഞ്ഞു. പട്ടണത്തിൽ ഏറെ ദൂരത്തല്ലാതെ ഒരു ശിവക്ഷേത്രം കാണാം. ആ ക്ഷേത്രത്തിൽ താമ്രചൂടൻ എന്നൊരു സന്യാസി വസിച്ചിരുന്നു. അദ്ദേഹം പട്ടണത്തിൽ പോയി ഫിഷ് എടുത്ത് ജീവിച്ചു പോന്നു. ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഫിഷ പാത്രത്തിൽ തന്നെ വെച്ച് പാത്രം ഒരാണിയിന്മേൽ തൂക്കി രാത്രി കിടന്നുറങ്ങും. രാവിലെ ആ ചോറ് വേലക്കാർക്ക് കൊടുത്ത് ക്ഷേത്രം അടിച്ചു തളിച്ച് ചാണകം മെഴുകിച്ച് വൃത്തിയാക്കിക്കും. അതാണ് പതിവ്. ഒരു ദിവസം എൻ്റെ ബന്ധുക്കൾ എന്നോട് വന്നു പറഞ്ഞു, പ്രഭു, ക്ഷേത്രത്തിൽ പാകം ചെയ്യുന്ന ചോറ് എലികളെ പേടിച്ച് പാത്രത്തിൽ തന്നെ വെച്ച് പാത്രം ആണിയിന്മേൽ തൂക്കിയിടുകയാണ് പതിവ്. അത് നിമിത്തം ഞങ്ങൾക്കൊന്നും തിന്നാൻ കിട്ടുന്നില്ല. അങ്ങയ്ക്ക് സാധിക്കാത്തതൊന്നുമില്ലല്ലോ. നാം എന്തിനു വെറുതെ അങ്ങുമിങ്ങും ചുറ്റിത്തിരിയുന്നു? അങ്ങ് പ്രസാദിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അവിടെ ചെന്ന് ഇഷ്ടം പോലെ തിന്നാം. അത് കേട്ട് ഞാൻ ഉടൻ തന്നെ കൂട്ടത്തോടെ അവിടെ ചെന്നു. ആ ഫിഷാപാത്രത്തിൽ കയറി അതിലുണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കൾ എൻ്റെ സേവകർക്ക് കൊടുത്തു. പിന്നീട് ഞാനും കഴിച്ചു. എല്ലാവർക്കും തൃപ്തിയായപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇങ്ങനെ ദിവസേന ഞാൻ ആ ചോറ് ഭക്ഷിച്ചു പോന്നു. സന്യാസി ചോറ് കാത്തു രക്ഷിക്കാൻ ആവുന്നത്ര ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം ഉറങ്ങിയെന്ന് കണ്ടാൽ അപ്പോൾ ഞാൻ കയറി സ്വന്തം കാര്യം നടത്തും. ഒരിക്കൽ അദ്ദേഹം ഞാൻ ചോറ് കൊണ്ടുപോവാതിരിക്കാൻ കഠിന പരിശ്രമം നടത്തി. പഴകി പൊളിഞ്ഞ ഒരു മുളവടി കൊണ്ടുവന്നു. ഉറങ്ങുമ്പോൾ പോലും അതെടുത്ത് ഫിഷാപാത്രത്തിൽ തല്ലും. ഞാൻ അടി പേടിച്ച് ചോറുണ്ണാതെ ഓടി ഒളിക്കുകയും ചെയ്യും. ഇങ്ങനെ ദിവസേന രാത്രി അദ്ദേഹവുമായി പോരാടിക്കൊണ്ട് കഴിഞ്ഞു പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ബൃഹൽസ്പിക്ക് എന്നൊരു സന്യാസി തീർത്ഥയാത്ര പോകും വഴിക്ക് അതിഥിയായി വന്നു ചേർന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ താമ്രചൂടൻ എഴുന്നേറ്റ് ആദരിച്ച് സ്നേഹപൂർവ്വം സൽക്കരിച്ചു. രാത്രി ഒരിടത്തു തന്നെ ദർഭപ്പുൽക്കിടക്ക വിരിച്ച് കിടന്ന് 2 ആളും കൂടി സൽക്കഥകൾ പറയാൻ ആരംഭിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ എലിയെ തന്നെ വിചാരിച്ചും മുളവടിയെടുത്ത് ഫിഷാപാത്രത്തിന്മേൽ തല്ലിയും കിടക്കുന്ന സന്യാസി ബൃഹസ്പതിക്ക് പറയുന്നതിനൊന്നും ശരിക്ക് ഉത്തരം പറയാതെയായി. അദ്ദേഹത്തിൻ്റെ മനസ്സ് സംഭാഷണത്തിലൊന്നും അല്ലായിരുന്നു. അപ്പോൾ അതിഥിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, താമ്രചൂട, എനിക്കെല്ലാം മനസ്സിലായി. നാം തമ്മിൽ ഇപ്പോൾ മിത്രങ്ങളല്ലാതായി തീർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങ് എന്നോട് സന്തോഷപൂർവ്വം സംസാരിക്കാത്തത്. ഈ രാത്രി തന്നെ ഞാൻ അങ്ങയുടെ മഠം ഉപേക്ഷിച്ച് മറ്റൊരു മഠത്തിലേക്ക് പോവുകയാണ്.
വരൂ വരൂ, ഇവിടെ ഇരിക്കൂ. എത്ര കാലമായി കണ്ടിട്ട്? എന്തൊക്കെയാണ് വർത്തമാനം? അങ്ങ് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. സുഖം തന്നെയല്ലേ? അങ്ങയെ കണ്ടിട്ട് എനിക്ക് എത്ര സന്തോഷമായെന്നോ എന്നൊക്കെ പറഞ്ഞ് സ്നേഹാദരപൂർവ്വം അതിഥികളെ സന്തോഷിപ്പിക്കുന്നവരുടെ ഭവനങ്ങളിലേക്ക് മാത്രമേ നിശങ്കം കടന്നു ചെല്ലാവൂ എന്ന് കേട്ടിട്ടില്ലേ? അതിഥിയെ കാണുമ്പോൾ നാലു ചുറ്റുമോ താഴത്തേക്കോ നോക്കി ഉദാസീനനായി നിൽക്കുന്ന ഗൃഹസ്ഥന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നവൻ കാളയെപ്പോലെ നാണം കെട്ടവനാണ്. കൊമ്പില്ലെന്നൊരു വ്യത്യാസം മാത്രം. അതിഥിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, മധുരമായി സംസാരിക്കുക, നാനാ വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുക എന്നിവയൊന്നും ചെയ്യാത്ത ഗൃഹനായകന്റെ വീട്ടിൽ ചെല്ലരുത്. ഒരു മഠം കൈവശമുണ്ടെന്ന് വെച്ച് അങ്ങ് ഗർവിയായി തീർന്ന് മിത്രസ്നേഹം ഉപേക്ഷിച്ചിരിക്കുന്നു. അങ്ങ് അറിയുന്നില്ല, മഠം കൈവശം വെച്ച് നരകമാണ് സമ്പാദിച്ചു വെച്ചിരിക്കുന്നതെന്ന്. കേട്ടിട്ടുണ്ടോ? നരകത്തിൽ പോകണമെന്ന് മോഹമുണ്ടെങ്കിൽ 1 കൊല്ലം പുരോഹിത വൃത്തി ആചരിച്ചാൽ മതി. അതിനേക്കാൾ എളുപ്പം 3 ദിവസം ഒരു സന്യാസി മഠത്തിന്റെ ഭാരവാഹിയായിരിക്കുന്നതാണ്. മൂഢ, അങ്ങ് ഗർവിഷ്ഠനാകരുത്. ദയനീയമാണ് അങ്ങയുടെ അവസ്ഥ. ഞാൻ അങ്ങയുടെ മഠം വിട്ടുപോവുകയാണ്. ഇതൊക്കെ കേട്ട് ഭയപ്പെട്ട് താമ്രചൂടൻ വിശദീകരിച്ചു. ഭഗവാനെ, എനിക്ക് അങ്ങയെപ്പോലെ ഒരു മിത്രം വേറെയില്ല. എന്നിട്ടും സംഭാഷണം ഭംഗപ്പെടാനുള്ള കാരണം ഞാൻ പറയാം. ശ്രദ്ധിക്കുക. ഇവിടെ ദുഷ്ടനായ ഒരു എലിയുണ്ട്. ഭിക്ഷാപാത്രം എത്ര ഉയരത്തിൽ വെച്ചിരുന്നാലും അവൻ ചാടിക്കയറി അതിലുള്ള ഭക്ഷണം മുഴുവൻ കഴിക്കും. ചോറില്ലാത്തതുകൊണ്ട് മഠം അടിച്ചു തളിക്കാൻ പോലും ആളെ കിട്ടുന്നില്ല. എലിയെ പേടിച്ച് ചോറ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ മുളവടി എടുത്ത് കൂടെ കൂടെ പാത്രത്തിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് പതിവ്. അതാണ് ഞാൻ അങ്ങ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കാനുള്ള കാരണം. അത്ഭുതം തന്നെ. ഈ ദുഷ്ടന് ചാടാനുള്ള സാമർഥ്യം കാണുമ്പോൾ പൂച്ചയും കുരങ്ങനുമൊന്നും സാരമില്ല. ബൃഹൽസ്പിക്ക് ചോദിച്ചു, അതിൻ്റെ മാളം എവിടെയാണെന്ന് അറിയാമോ? താമ്രചൂടൻ മറുപടി പറഞ്ഞു, ഭഗവാനെ, ശരിക്കറിഞ്ഞുകൂടാ. ബൃഹൽസ്പിക്ക് പറഞ്ഞു കൊടുത്തു, ഏതോ ഒരു നിധിയുടെ മുകളിലാണ് അതിൻ്റെ മാളമെന്ന് തീർച്ച. നിധിയുടെ ചൂടുകൊണ്ടാണ് അതിന് ഇത്രയേറെ ബലവും സാമർഥ്യവും. ധനത്തിൻ്റെ ഉഷ്ണം കൊണ്ട് മാത്രം പ്രാണികൾക്ക് ബുദ്ധിയും തേജസ്സും ഉണ്ടാവാറുണ്ട്. ധർമ്മത്തോടുകൂടി സമ്പത്ത് അനുഭവിക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ടതുണ്ടോ? സാധാരണ നിലയ്ക്ക് ഒരു വെറും എലിക്ക് ഇത്രയേറെ തേജസ് ഉണ്ടാവാനിടയില്ലെന്ന് ബൃഹൽസ്പിക്ക് തുടർന്നു. എന്തായാലും എലി വന്നു പോകുന്ന വഴി കണ്ടുപിടിക്കുക തന്നെ വേണം. താമ്രചൂടൻ പറഞ്ഞു, ഭഗവാനെ, എനിക്കൊന്നറിയാം. ഈ എലിയുടെ വരവ് ഒറ്റയ്ക്കല്ല, അനേകം കൂട്ടുകാരുണ്ട്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വരുന്നതും പോകുന്നതും കാണാം. അതിഥി അത് കേട്ട് ചോദിച്ചു, ആകട്ടെ, ഇവിടെ നിലം കുഴിക്കാനുള്ള വല്ല ആയുധവുമുണ്ടോ? താമ്രചൂടൻ ഉത്തരം പറഞ്ഞു, ഉണ്ടല്ലോ, ഇരുമ്പ് കൊണ്ടുള്ള നല്ല കൈമഴു ഇതാ. അതിഥി താമ്രചൂടനെ സമാധാനിപ്പിച്ചു, നമുക്ക് പുലർച്ചെ ഇവിടെ കാത്തു നിൽക്കണം. എലിയുടെ കാൽപ്പാടുകളെ പിന്തുടർന്നു പോയി മാളം കണ്ടുപിടിക്കാം. ഞാൻ ഇതെല്ലാം കേട്ട് ആലോചിച്ചു. അയ്യോ, എൻ്റെ കാര്യം കുഴപ്പമായെന്നാണ് തോന്നുന്നത്. എൻ്റെ മാളവും തുടർന്ന് കോട്ടയും ഇയാൾ കണ്ടുപിടിക്കും. ബുദ്ധിമാന്മാർ ഒരാളെ കണ്ടാൽ ഉടൻ അയാളെക്കുറിച്ചുള്ളതെല്ലാം ധരിക്കും. ഒരു വസ്തുവിന് എത്ര തൂക്കമുണ്ടെന്ന് കയ്യിലെടുത്ത് നോക്കിയാൽ വ്യാപാരി മനസ്സിലാക്കുമല്ലോ. പൂർവ്വജന്മത്തിൽ ചെയ്തു വെച്ചതനുസരിച്ച് ശുഭമോ അശുഭമോ ആയ കാര്യങ്ങൾ വരും മുമ്പ് തന്നെ മനുഷ്യ മനസ്സിലെ ആശയോ ആശങ്കയോ സൂചിപ്പിക്കുന്നു. പീലിക്കൂട്ടം മുളയ്ക്കും മുമ്പ് തന്നെ നടപ്പ് കണ്ടാൽ മയിലാണെന്ന് മനസ്സിലാക്കാമല്ലോ. ഇങ്ങനെ കരുതി ഞാൻ ഭയത്തോടെ പരിവാരങ്ങളോടൊപ്പം കോട്ടയിലേക്കുള്ള വഴി വിട്ട് മറ്റൊരു വഴിയിൽ കൂടി സഞ്ചരിച്ചു. ആ വഴിയുടെ അവസാനത്തിൽ വലിയൊരു പൂച്ചയുടെ മുന്നിലാണ് ചെന്നുപെട്ടത്. അവൻ എലിക്കൂട്ടത്തെ കണ്ട് പെട്ടെന്ന് നടുക്ക് ചാടി വീണു. എലികളാകട്ടെ നല്ല വഴിക്കല്ല തങ്ങളെ നയിച്ചതെന്ന് പറഞ്ഞ് എന്നെ നിന്ദിച്ചു തുടങ്ങി. പൂച്ചയുടെ കയ്യിൽപ്പെട്ട് ചാവാതെ രക്ഷപ്പെട്ടവർ ചോര പുരണ്ട ശരീരങ്ങളോടെ കോട്ടയ്ക്കുള്ളിൽ കടന്ന് ഒളിച്ചു. വിധിബലമെന്നല്ലാതെ എന്തു പറയട്ടെ, കയർ മുറിച്ച് കെണിയിൽ കുടുങ്ങാതെ ഒഴിഞ്ഞു മാറി വല ബലം പ്രയോഗിച്ച് പൊട്ടിച്ച് ചുറ്റും ആളിപ്പടർന്ന് കത്തുന്ന തീയിൽ നിന്ന് രക്ഷപ്പെട്ട് വനത്തിൽ കൂടി ബഹുദൂരം സഞ്ചരിച്ച് വേടന്മാരുടെ അമ്പുകളിൽ നിന്ന് രക്ഷപ്രാപിച്ച് ഓടിയ മാൻ കിണറ്റിൽ വീണ് ചത്തുപോയതായി കേട്ടിട്ടില്ലേ? വിധിയുടെ മുമ്പിൽ മനുഷ്യപ്രയത്നത്തിന് എന്ത് വിലയാണുള്ളത്? അങ്ങനെ ഞാൻ തനിച്ച് ഒരിടത്തും ബാക്കിയുള്ളവർ ആ കോട്ടയിൽ തന്നെ മറ്റൊരിടത്തും ഇരുന്നു. അപ്പോൾ ആ ദുഷ്ടനായ സന്യാസി ചോരത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നു കിടക്കുന്ന സ്ഥലം നോക്കി നോക്കി വന്ന് ആ കോട്ടവാതിൽക്കൽ എത്തിച്ചേർന്നു. എന്നിട്ട് അദ്ദേഹം കൈമഴുവെടുത്ത് നിലം കുഴിക്കാൻ തുടങ്ങി. കുഴിച്ച് നിധി കണ്ടെത്തി. ആ നിധിയുടെ മുകളിലാണ് ഞാൻ വസിച്ചിരുന്നത്. അതിൻ്റെ ഉഷ്ണം നിമിത്തമാണ് എനിക്ക് എന്തും ചെയ്യാനുള്ള ബലം കൈവന്നിരുന്നതും. നിധി കണ്ടപ്പോൾ ബൃഹൽസ്പിക്ക് താമ്രചൂടനോട് പറഞ്ഞു, സുഹൃത്തെ, ഇനി മുതൽ അങ്ങയ്ക്ക് സുഖമായി ഉറങ്ങാം. ഇതിൻ്റെ ഉഷ്ണം കാരണമാണ് എലി അങ്ങയുടെ ഉറക്കം കളഞ്ഞിരുന്നത്.
ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടി നിധിയും എടുത്ത് മഠത്തിലേക്ക് പോയി. ഞാനാകട്ടെ നിധി ഇരുന്നിരുന്ന സ്ഥലത്ത് വന്നു നോക്കി. ആ സ്ഥലം അസുന്ദരവും ദുഃഖിതവുമായി കണ്ടു. കാണുക വയ്യെന്ന് തോന്നി എനിക്ക്. ഞാൻ ആലോചിച്ചു, എന്ത് ചെയ്യട്ടെ, എങ്ങോട്ട് പോകട്ടെ, എനിക്കെങ്ങനെയാണ് മനഃശാന്തി കിട്ടുക? ഇങ്ങനെ വിചാരിച്ച് പകൽ കഷ്ടപ്പെട്ട് കഴിച്ചുകൂട്ടി. സൂര്യൻ അസ്തമിച്ചു. ഞാൻ നിരുന്മേഷനും ദുഃഖിതനുമായിരുന്നു. ആ സമയത്ത് മഠത്തിൽ താമ്രചൂടൻ വീണ്ടും ഉളവടിയെടുത്ത് പാത്രത്തിൽ തല്ലിത്തുടങ്ങി. അതിഥിയായ സന്യാസി ഇത് കണ്ടു ചോദിച്ചു, ചെങ്ങാതി, അങ്ങ് എന്താണ് നിശങ്കം ഉറങ്ങാത്തത്? താമ്രചൂടൻ മറുപടി പറഞ്ഞു, ഭഗവാനെ, ദുഷ്ടനായ എലിയും കൂട്ടരും വീണ്ടും വന്നിരിക്കുന്നു. അതിനെ പേടിച്ചിട്ടാണ് മുളയെടുത്ത് തല്ലുന്നത്. അത് കേട്ട് അതിഥി ചിരിച്ചു. ചെങ്ങാതി, പേടിക്കേണ്ട, ധനത്തോടൊപ്പം അവൻ്റെ സാമർഥ്യവും പോയിപ്പോയിരിക്കുന്നു. എല്ലാ ജന്തുക്കളുടെയും അവസ്ഥ ഇതാണ്. മനുഷ്യൻ സോത്സാഹം ജനങ്ങളെ തോൽപ്പിക്കുന്നതും ഔദത്യത്തോടെ സംസാരിക്കുന്നതും പണത്തിൻ്റെ തിളപ്പുകൊണ്ടാണ്. ഞാനത് കേട്ടു. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഭിക്ഷാപാത്രത്തിന് നേരെ ഊക്കിൽ ചാടി. പക്ഷേ നിലത്ത് വീണുപോയി. എൻ്റെ ശത്രു അത് കണ്ട് ചിരിച്ചുകൊണ്ട് താമ്രചൂടനോട് പറഞ്ഞു, നോക്കൂ നോക്കൂ, തമാശ. അങ്ങ് കേട്ടിട്ടില്ലേ, ധനമുണ്ടെങ്കിൽ മനുഷ്യൻ ശക്തനായി. ധനികൻ തന്നെയാണ് പണ്ഡിതനും. ഈ എലിയെ നോക്കൂ, ഇവനിപ്പോൾ നിസ്സാരനായി തീർന്നിരിക്കുന്നു. സ്വജാതിയിലെ ബാക്കിയുള്ളവരെ പോലെ തന്നെയായി ഇവനും. അതുകൊണ്ട് അങ്ങ് നിർഭയം ഉറങ്ങുക. ഇവൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായിരിക്കുന്ന സാധനം ഇപ്പോൾ നമ്മുടെ കയ്യിലായിട്ടുണ്ടല്ലോ. വിഷപ്പല്ലില്ലാത്ത പാമ്പ്, മതമില്ലാത്ത ആന, പണമില്ലാത്ത പുരുഷൻ. ഈ മൂവർക്കും പാമ്പെന്നും ആനയെന്നും പുരുഷനെന്നും പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് കേട്ട് ഞാൻ ആലോചിച്ചു, ശരിയാണ്, എനിക്കിപ്പോൾ ഒരു വിരൽപ്പാട് പോലും ചാടാനുള്ള ശക്തി ഇല്ലാതായിരിക്കുന്നു. ധനമില്ലാത്ത പുരുഷൻ്റെ ജീവിതം കഷ്ടം തന്നെ. അല്പം ചില കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും ഒരുത്തന് പണമില്ലെന്നിരിക്കട്ടെ, അവൻ്റെ കഴിവുകളൊക്കെ വേനൽക്കാലത്ത് ചെറുപുഴയെന്ന പോലെ വറ്റി വരണ്ടു പോകും. കാട്ടെള്ള് പേരിൽ മാത്രം എള്ളാണ്. എള്ളിൻ്റെ യാതൊരു ഗുണവുമില്ല. പണമില്ലാത്ത മനുഷ്യനും അതുപോലെയാണ്. ദരിദ്രന്റെ ഗുണങ്ങൾ പ്രകാശിക്കുകയില്ല. സമ്പത്ത് തന്നെയാണ് ഗുണങ്ങൾക്ക് ശോഭയുണ്ടാക്കുന്നത്. സ്വതേ തന്നെ ദരിദ്രനായവനേക്കാൾ ആദ്യം പണം ഉണ്ടായിരുന്നിട്ട് പിന്നീട് ഇല്ലാതാവുന്നതിൻ്റെ കാര്യമാണ് കഷ്ടം. ഉണങ്ങി പുഴുതിന്ന് എല്ലായിടവും കത്തിക്കരിഞ്ഞ് മരുഭൂമിയിൽ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ അവസ്ഥ യാചകന്റെ സ്ഥിതിയേക്കാളും ഭേദമാണ്. ദാരിദ്ര്യം ആളുകൾക്ക് സംശയമുണ്ടാക്കും. സഹായിക്കാൻ വന്നവൻ പോലും പിന്തിരിഞ്ഞു പോകും. ദരിദ്രന്റെ ആഗ്രഹങ്ങൾ ഉയർന്നുയർന്നു വന്ന ശേഷം ജന്മോദ്ദേശം സഫലമാകാതെ ഉള്ളിലെ കടിയും. നല്ല തെളിഞ്ഞ പകൽ വെളിച്ചത്ത് മുമ്പിൽ വന്നു നിന്നാൽ പോലും ദരിദ്രൻ ആരുടെയും കണ്ണിൽ പെടുകയില്ല. ഞാനിങ്ങനെ നിരുത്സാഹനായി വളരെ നേരം കരഞ്ഞു. ആ നിധിയുടെ മേൽ കവിളും വെച്ചാണ് സന്യാസി കിടന്നുറങ്ങുന്നത്. അത് കണ്ടുകൊണ്ട് രാവിലെ ഞാൻ എൻ്റെ കോട്ടയിലേക്ക് തന്നെ പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഭൃത്യർ അന്യോന്യം പറയുകയാണ്, കഷ്ടം തന്നെ, ഇവന് നമ്മെ ചോറ് തന്ന് പോറ്റാനുള്ള കഴിവൊന്നുമില്ല. ഇവൻ്റെ പിന്നാലെ നടന്നാൽ പൂച്ച പിടിക്കുകയോ മറ്റെന്തെങ്കിലും ആപത്ത് പിണയുകയോ ചെയ്യും. പിന്നെ ഇവനെ സേവിച്ചിട്ട് എന്ത് കാര്യം? യജമാനൻ്റെ പക്കൽ നിന്ന് ഒന്നും കിട്ടാനുള്ള വഴിയില്ല. ആപത്തുകളുണ്ട് താനും. അങ്ങനെയുള്ള യജമാനനെ വിട്ടുപോകണമെന്ന് കേട്ടിട്ടുണ്ട്. അവർ പറയുന്നത് കേട്ട് സങ്കടപ്പെട്ട് ഞാൻ കോട്ടയ്ക്കുള്ളിൽ കടന്നിരുന്നു. ആരും എൻ്റെ അടുത്ത് വരുന്നില്ലെന്ന് കണ്ട് ഞാൻ വിചാരിച്ചു, ദാരിദ്ര്യത്തിൻ്റെ ശക്തി അത്ഭുതകരം തന്നെ. ദരിദ്രനായ പുരുഷനെ മരിച്ചവനായി കൂട്ടാം. വേദജ്ഞനെ കൂടാതെ ഊട്ടുന്ന ശ്രാദ്ധം നിഷ്ഫലമാണ്. ദക്ഷിണ കൂടാത്ത യാഗത്തിനും ഫലമില്ല. ഞാനിങ്ങനെ ഓരോന്നാലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭൃത്യർ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂവെന്ന് കണ്ട് എന്നെ പരിഹസിക്കാനും തുടങ്ങി. ഞാൻ തനിച്ചിരുന്ന് വീണ്ടും ആലോചനയിൽ മുഴുകി. ഞാൻ ആ കള്ള സന്യാസിയെ ചെന്ന് ആശ്രയിച്ചാലോ? എന്നിട്ട് അവൻ്റെ കവിളിന് ചുവട്ടിൽ വെച്ച പണപ്പെട്ടി അവൻ ഉറങ്ങുമ്പോൾ മെല്ലെ തിരിച്ചെടുത്ത് കോട്ടയിലേക്ക് തന്നെ കടക്കണം. അങ്ങനെയായാൽ ധനശക്തി കൊണ്ട് വീണ്ടും എനിക്ക് നായകസ്ഥാനം കിട്ടും. പണമില്ലാത്തവൻ 100 മനോരാജ്യങ്ങൾ കൊണ്ട് മനസ്സ് വ്യാകുലപ്പെടുത്തും. യാതൊന്നും പ്രവർത്തിക്കുകയില്ല. നല്ല തറവാട്ടിൽ ജനിച്ച വിധവയെപ്പോലെ മനുഷ്യർക്ക് ദാരിദ്ര്യമാണ് എപ്പോഴും വലിയ ദുഃഖവും അപമാനവും. ജീവിച്ചിരിക്കുമ്പോഴും ചത്തവനായിട്ടേ അവനെ ബന്ധുക്കൾ പോലും കണക്കാക്കൂ. ദരിദ്രൻ ദുഃഖപാത്രമാണ്. പരാജയമേ അവനുണ്ടാകുകയുള്ളൂ. എപ്പോഴും ആപത്ത് പിണയുകയും ചെയ്യും. ദരിദ്രൻ ബന്ധുവാണെന്ന് പറയാൻ ചാർച്ചക്കാർക്ക് നാണമാവും. അവർ അവനുമായി ബന്ധമുണ്ടെന്ന സംഗതി ഒളിപ്പിച്ചു വയ്ക്കും. ചങ്ങാതിമാർ മൈത്രി ബന്ധം ഉപേക്ഷിക്കും. അപമാനം ഉടലെടുത്ത് വന്നതാണ് ദാരിദ്ര്യം. ആപത്തുകളുടെ ഇരിപ്പിടമാണ് ദാരിദ്ര്യം. മരണം തന്നെയാണ് ദാരിദ്ര്യം. ആടിൻ്റെ കുളമ്പു ചവിട്ടേറ്റുയരുന്ന പൊടി, ചൂലെടുത്തടിക്കുമ്പോൾ പൊങ്ങിപ്പറക്കുന്ന പൊടി, വിളക്ക് കത്തിച്ചാൽ ചുവരിന്മേൽ പതിയുന്ന കട്ടിലിൻ്റെ നിഴൽ എന്നിവ പോലെ നിർധനനെയും ജനങ്ങൾ അശുഭമായി കരുതി ഒഴിഞ്ഞുമാറും. പണമില്ലാത്ത ഒരാൾ
കയ്യിലുള്ളത് വല്ലതും കൊടുക്കാനാണെങ്കിലും ഒരു ധനവാന്റെ വീട്ടിൽ ചെന്നുവെന്നിരിക്കട്ടെ, വല്ലതും ചോദിച്ചു വാങ്ങാൻ വന്നിരിക്കുകയാണെന്ന് ധരിക്കൂ. ദാരിദ്ര്യം തന്നെയാണ് മനുഷ്യർക്ക് സഹിച്ചുകൂടാത്തത്. ഈ ധനം അപഹരിക്കുന്നതിനിടയിൽ ഞാൻ ചാവുകയാണെങ്കിലും അതാണ് നല്ലത്. സ്വന്തം പണം മറ്റൊരാൾ മോഷ്ടിച്ചത് കണ്ടുകൊണ്ട് ജീവിച്ചിരിക്കുന്നവൻ ശേഷക്രിയ ചെയ്താൽ പിതൃക്കൾ അത് സ്വീകരിക്കുകയില്ല. പശുക്കൾ, ബ്രാഹ്മണർ എന്നിവർക്ക് വേണ്ടിയും പണവും പെണ്ണും അപഹരിക്കാൻ വേണ്ടി പ്രാണൻ വെടിയുന്നവന് സനാതന ലോകങ്ങൾ സിദ്ധിക്കും. ഇങ്ങനെ നിശ്ചയിച്ച് ഞാൻ രാത്രി മഠത്തിൽ ചെന്നു. സന്യാസി ഉറക്കമായെന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടി തുറന്നു. അപ്പോഴേക്കും ദുഷ്ടനായ തപസ്വി ഉണർന്ന് മുളവടിയെടുത്ത് എൻ്റെ തലക്കടിച്ചു. ആയുസിൻ്റെ വലിപ്പം കൊണ്ട് ഞാൻ ചാവാതെ പുറത്തു കടന്നു. കിട്ടാൻ വിധിയുള്ളത് മനുഷ്യന് കിട്ടും. അത് തടയാൻ ദേവന്മാർക്ക് പോലും സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ ചൊല്ലി വ്യസനിക്കുന്നില്ല, അത്ഭുതപ്പെടുന്നുമില്ല. എൻ്റേത് മറ്റൊരാളുടേതാവുകയുമില്ല, തീർച്ച. എലി പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് അതിയായി വിഷാദിച്ചിരിക്കുന്നതിനാൽ ഈ സ്നേഹിതനോടൊന്നിച്ച് അങ്ങയുടെ സമീപത്ത് വന്നിരിക്കുന്നത്. എൻ്റെ വിരക്തിക്ക് കാരണം ഇതാണ്. മന്ദരകൻ ഇത് കേട്ട് സമാധാനിപ്പിച്ചു. സുഹൃത്തെ, ലഘുപതനകൻ പട്ടിണി കിടന്ന് വലയുകയായിരുന്നുവെങ്കിലും താങ്കളെ വഴിക്ക് വെച്ച് തിന്നാതെ പുറത്തേറ്റിക്കൊണ്ടുവന്നുവല്ലോ. എത്ര പണമുണ്ടായാലും മാറ്റം വരാതെ എപ്പോഴും മിത്രമായിരിക്കുന്നവനാണ് ഉത്തമ മിത്രം. ആപൽക്കാലത്ത് കിട്ടുന്ന മിത്രമാണ് യഥാർത്ഥ മിത്രം. സമൃദ്ധിയുള്ള കാലത്ത് ദുർജനങ്ങൾ പോലും മൈത്രി ഭാവിച്ചു വരും. എനിക്ക് ഇക്കാര്യം അനുഭവമുള്ളതാണ്. മാംസഭക്ഷകനായ കാക്കയും വെള്ളത്തിൽ കഴിഞ്ഞുകൂടുന്ന ഞാനും തമ്മിലുള്ള സ്നേഹം സാധാരണ നീതിക്ക് നിരക്കുന്നതല്ലോ. അല്ലെങ്കിൽ എന്തിനത് പറയുന്നു? ആരും ആരുടെയും സ്ഥിരമായ മിത്രമല്ല, ശത്രുവുമല്ല. ചിലപ്പോൾ കാര്യവശാൽ സ്നേഹിതന്റെ പക്കൽ നിന്ന് നാശവും ശത്രുവിൻ്റെ പക്കൽ നിന്ന് സുഖവും സിദ്ധിക്കാറുണ്ട്. അതിനാൽ താങ്കൾക്ക് സ്വാഗതം. ഈ കുളക്കരയിൽ സുഖമായി വസിച്ചു കൊള്ളുക. ധനനാശവും വിദേശവാസവും വേണ്ടി വന്നുവല്ലോ എന്ന് കരുതി വിഷാദിക്കേണ്ട. മഴക്കാറിൻ്റെ നിഴൽ, ദുഷ്ടന്മാരുടെ പ്രീതി, പാകം ചെയ്തു വച്ച ഭക്ഷണം, യൗവനം, ധനം, സ്ത്രീയുടെ അനുരാഗം എന്നിവ അല്പകാലത്തേക്ക് മാത്രമേ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ ജിതേന്ദ്രിയരായ വിവേകികൾ പണം കൊതിക്കാറില്ല. സ്വന്തം ശരീരത്തിൽ നിന്ന് വേർപെടുത്താതെ ജീവനെ പോലെ നന്നായി കാത്തു സൂക്ഷിച്ചാലും ശരി, ദുഷ്ടമായ ധനം യമലോകത്തിലേക്ക് പോകുന്ന മനുഷ്യനെ 5 അടി ദൂരം പോലും പിന്തുടരാറില്ല. വെള്ളത്തിലെ മീനുകളും ഭൂമിയിലെ പട്ടികളും ആകാശത്തിലെ പക്ഷികളും മാംസം തിന്നും പോലെ സകലരും ധനവാനെ ഭക്ഷിക്കുന്നു. ധനവാൻ നിർദോഷിയാണെങ്കിലും രാജാവ് എങ്ങനെയെങ്കിലും അവനിൽ ദോഷം ആരോപിക്കും. നിർധനൻ ദോഷമുള്ളവനാണേലും നിരുപദ്രവിയായി കണക്കാക്കപ്പെടും. പണം സമ്പാദിക്കാൻ ദുഃഖം, സമ്പാദിച്ചത് രക്ഷിക്കാൻ ദുഃഖം, നശിക്കുമ്പോൾ ദുഃഖം, ചെലവിടുമ്പോൾ ദുഃഖം. പണം എപ്പോഴും ദുഃഖത്തിന് കാരണം തന്നെ. അതുകൊണ്ട് നീ പണത്തിനെ പറ്റി ആലോചിച്ച് വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞു. ഉത്സാഹിയും അമാന്തമില്ലാതെ പ്രവർത്തിക്കുന്നവനും കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യാൻ അറിയുന്നവനും ദുശ്ശീലങ്ങളില്ലാത്തവനും ശൂരനും നന്ദിയുള്ളവനും ഉറച്ച സ്നേഹബന്ധമുള്ളവനുമായ ആളെ ശ്രീ ഭഗവതി സ്വയം അന്വേഷിച്ച് കണ്ടെത്തി അയാളിൽ വാസമുറപ്പിക്കുന്നു. മാത്രമല്ല, പണം എങ്ങനെയും കിട്ടിയാൽ തന്നെ വിധിവശാൽ നശിക്കും. സ്വന്തമല്ലാത്തത് ഒരു നിമിഷം പോലും അനുഭവിക്കാൻ കിട്ടുകയില്ല. തന്നെത്താൻ വന്നു ചേർന്നാലും വിധി അപഹരിച്ചു കളയും. ധനം സമ്പാദിച്ചാലും അനുഭവിക്കാൻ സാധിച്ചില്ലെന്ന് വരും. അതുകൊണ്ട് പണത്തിൻ്റെ കാര്യമോർത്ത് നീ ദുഃഖിക്കാതിരിക്കുക. മന്ദരകന്റെ വാക്കുകൾ കേട്ട് ലഘുപതനകൻ പറഞ്ഞു. മന്ദരകൻ പറഞ്ഞത് നീ ഓർക്കണം ഹിരണ്യക. പ്രിയം പറയുന്നവർ ധാരാളം ഉണ്ടാവും. എന്നാൽ അപ്രിയമാണെങ്കിലും പദ്യം പറയുന്നവരും കേൾക്കുന്നവരും കുറവായിരിക്കും. അപ്രിയമെങ്കിലും പദ്യമായിട്ടുള്ളത് പറയുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. മറ്റുള്ളവരൊക്കെ പേരിന് മാത്രം മിത്രങ്ങളാണ്. ഇത്രയും പറഞ്ഞ് ഹിരണ്യകനെ മന്ദരകനും ലഘുപതനകനും സമാധാനിപ്പിച്ചു. അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിത്രാംഗൻ എന്നൊരു മാൻ വേടന്മാരെ ഭയപ്പെട്ട് ഓടി വന്ന് കുളക്കരയിലെത്തി. മാൻ പരിഭ്രമിച്ച് ഓടി വരുന്നത് കണ്ടപ്പോൾ ലഘുപതനകൻ മരക്കൊമ്പത്ത് കയറിയിരിപ്പായി. ഹിരണ്യകൻ കുറ്റിക്കാട്ടിലൊളിച്ചു. മന്ദരകൻ വെള്ളത്തിനടിയിലേക്കും നൂണുപോയി. ലഘുപതനകൻ മരത്തിന്മേലിരുന്നു കൊണ്ട് മാനിനെ നല്ലവണ്ണം നോക്കി മന്ദരകനോട് പറഞ്ഞു. വരൂ വരൂ സുഹൃത്തെ. മന്ദരക, ഒരു മാൻ ദാഹിച്ചു വന്നതാണ്. അവൻ്റെ ശബ്ദമാണ് നാം കേട്ടത്, മനുഷ്യരുടേതല്ല. അത് കേട്ട് ദേശകാലജ്ഞനായ മന്ദരകൻ പറഞ്ഞു. ലഘുപതനക, ഈ മാൻ വല്ലാതെ കിതയ്ക്കുന്നു. പരിഭ്രമത്തോടെ പിന്തിരിഞ്ഞു നോക്കിയാണ് വന്നത്. അതുകൊണ്ട് ഇവൻ ദാഹിച്ചു വന്നവനല്ല, വേടനെ പേടിച്ചെത്തിയതാണ് തീർച്ച. ഇവൻ്റെ പിന്നാലെ വേടൻ വരുന്നുണ്ടെന്ന് ധരിച്ചു കൊള്ളുക. അപ്പോൾ ചിത്രാംഗൻ
മന്ദരക, എൻ്റെ ഭയത്തിന് കാരണം നീ പറഞ്ഞത് തന്നെയാണ്. ഞാൻ എങ്ങനെയൊക്കെയോ വേടൻ്റെ അമ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതാണ്. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവരെയെല്ലാം വേടന്മാർ കൊന്നുകളഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. വേടന്മാർക്ക് വരാൻ പറ്റാത്ത സ്ഥലം കാണിച്ചു തരൂ എന്നപേക്ഷിച്ചു. അത് കേട്ട് മന്ദരകന് ഉപദേശിച്ചു, എടോ, ശത്രുവിനെ കണ്ടാൽ 2 ഉപായങ്ങളാണ് പ്രവർത്തിക്കാനുള്ളത്. ആദ്യത്തേത് കയ്യൂക്ക്, രണ്ടാമത്തേത് കാലുകളുടെ വേഗം. അതുകൊണ്ട് നീ ഉടൻ ഇടതിങ്ങിയ കാട്ടിലേക്ക് കടന്ന് രക്ഷപ്പെട്ടു കൊള്ളുക. അതാണ് നിനക്ക് നല്ലത്. വേടന്മാർക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുകയില്ല. അപ്പോൾ ലഘുപതനകൻ വേഗം അടുത്തു വന്നു. എടോ മന്ദരക, വേടന്മാർക്ക് ഇന്ന് ധാരാളം മാംസം കിട്ടിയിട്ടുണ്ട്. അവർ വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞു. ചിത്രാംഗ, നീ ഭയപ്പെടാതെ ഇവിടെ തന്നെ ഇരുന്നു കൊള്ളുക. അന്നു മുതൽ അവർ 4 പേരും കൂടി സുൽഭാവത്തോടെ കുളക്കരയിൽ ഉച്ചസമയങ്ങളിൽ മരത്തണലിലിരുന്ന് സൽക്കഥകൾ പറഞ്ഞ് രസിച്ച് ദിവസങ്ങൾ കഴിച്ചു. സൽക്കഥകൾ ആസ്വദിക്കുന്ന സജ്ജനങ്ങൾ സ്ത്രീ സമാഗമം കൂടാതെ തന്നെ സുഖമായിരിക്കുന്നുവെന്നല്ലേ ആപ്തവാക്യം. ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഈ കഥയുടെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത തന്ത്രത്തിലെ കഥയും ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.